അങ്കിളിനെ എന്ത് ചെയ്യും? ഞാൻ എന്റെ കുതിരയെ ഇറക്കി അവിടെ അഞ്ച്. പെട്ടല്ലോ മോളെ. അങ്കിള് തോറ്റു. എന്റെ ദൈവമേ, ഞാൻ എന്തായി കാണുന്നേ? ഞായറാഴ്ച ദിവസം തിരക്കുള്ള യുവ നേതാവാ. ഇപ്പതേ വന്ദനേച്ചിയുടെ മുറിയിൽ വന്നിരുന്ന് മോളോടൊപ്പം ചെസ് കളിക്കുന്നു. അല്ല, എന്റെ ഏട്ടന് ഇതെന്താ പറ്റിയ? ലോകം കീഴ്മേൽ പറയാത്തത് ഭാഗ്യം. ഇതൊക്കെ എന്റെ ചികിത്സയുടെ ഭാഗമായിരുന്നേ. ചികിത്സയുടെ ഭാഗോ? ആ ആ ജഗൻ ഡോക്ടർ കാർത്തിക മാധവന്റെ ഹോസ്പിറ്റലിലെ ഫിസിയോതെറാപ്പിസ്റ്റാ. ദിയമോൾക്കും തെറാപ്പി ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്ന് സംഭവിച്ചു? ഈശ്വര, പണ്ട് ഫിസിയോതെറാപ്പി പഠിക്കാൻ പോയിട്ട് പകുതി വെച്ച് കളഞ്ഞിട്ട് വന്നത് ഓർമ്മയുണ്ട്. അതന്ന് ഇപ്പൊ മാറി. ഫിസിയോതെറാപ്പി മാത്രമല്ല, ഫിസിയോതെറാപ്പി കഴിഞ്ഞ് വിശ്രമിക്കുന്ന രോഗികളെ വീട്ടിൽ ചെന്ന് കണ്ട് ചികിത്സാനന്തര സേവനവും ഞാൻ നടത്താറുണ്ട്. ജഗന്റെ വീട്ടിൽ നിന്ന് ഭവാനിയമ്മ സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയ ബിരിയാണിപ്പുട്ട് ഹരിതയ്ക്ക് കൊടുക്കാനായിട്ട് ജഗൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓഹോ, അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായോ? അതെ, ഹരിതയ്ക്ക് മാത്രം കഴിക്കാനുള്ളതല്ല, നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാനുള്ളതാ. വളരെ സന്തോഷം. ആദ്യം ബിരിയാണി പുട്ട് കഴിക്കാം, പിന്നെ എല്ലാവർക്കും കൂടി ഇരുന്ന് ഊണും കഴിക്കാം. അത് കഴിഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയാൽ മതി. ഹരിതേ, ഒരാളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. അദ്ദേഹം വളരെ തിരക്കുള്ള ഒരു യുവനേതാവല്ലേ, പൊയ്ക്കോട്ടെ. അങ്കിളിന് പോവാൻ പറ്റില്ല അമ്മേ. അങ്കിളിനെ ഞാൻ തോപ്പിച്ചതാ. ഇനി അങ്കിൾ എന്നെ തോപ്പിച്ചിട്ട് പോയാ മതി. എന്തായാലും ഭവാനിയമ്മ കൊടുത്തയച്ച ഭക്ഷണം നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കാം. അത് കഴിഞ്ഞിട്ട് മതി ബാക്കി കാര്യങ്ങൾ. വാ. മോളെ, കാലനക്കരുത്, നേരെ ഇങ്ങനെ വെച്ചിരിക്കണം. ഇത് ട്രീറ്റ്മെന്റിന്റെ മറ്റൊരു ഭാഗം. വന്ദന, വാ, ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ? ഇല്ല, മോളെ പല്ല് തേപ്പിച്ച് കുളിപ്പിക്കൊക്കെ വേണം. നിങ്ങൾ പോയി കഴിച്ചോ. വന്നേരം കൂടെ വാ, ഒരുമിച്ചിരുന്ന് ബിരിയാണി പുട്ട് കഴിക്കാം. ജഗനങ്ങളും വിളിച്ചതല്ലേ, പോവായിരുന്നു. മോളെ, നിനക്ക് കുറുമ്പത്തിരി കൂടുന്നുണ്ട്. ജഗൻ എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ? എന്നിട്ട് എന്തിനാ ചെന്നാത്തം കൂടാൻ പോകുന്നത്? എന്നെ പിശക്കാരെ വേണ്ടി രക്ഷിച്ച ആളല്ലേ. അതിന് നന്ദിയൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആ കടപ്പാടും പറഞ്ഞ് കൂട്ടുകൂടാനൊന്നും ഇനി നീ പോണ്ട, മനസ്സിലായോ? എന്തെല്ലാം നമ്പരുമായിട്ട് ഓരോരുത്തരന്മാര് വലിഞ്ഞു കയറി വരുന്നത്. ദേ, അമ്മയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ തലയിൽ കിടന്ന് തലച്ചോണ്ടിരിക്കാം. അതിന്റെ കൂട്ടത്തില് നീയും കൂടെ എനിക്ക് തലവേദന ഉണ്ടാക്കരുത് മോളെ. ജഗന്റെ വീട്ടിൽ നിന്ന് കെട്ടിയെടുത്ത ഭവാനി സ്പെഷ്യല് വയറ് നിറച്ച് കഴിക്കാലോന്ന് കരുതിയിട്ടാ തിരിച്ചു കയറിയത്. എന്നിട്ടിപ്പ സമയത്രേ. ഓ, ഇപ്പൊ ജഗൻ ദിയമോളുടെ മുറിയിലായിരിക്കും.
ആ ജഗൻ ഈ കുടുംബമായിട്ട് മുടിഞ്ഞ ഉടക്കിലായിരുന്നല്ലോ. ഇപ്പൊ ഉടക്കം മാറി സൗഹൃദം സ്ഥാപിക്കാൻ വന്നതല്ലേ? ഒരുപാട് സംസാരിക്കണ്ടാവും. ജഗൻ കൊണ്ടുവന്ന ഭവാനി സ്പെഷ്യൽ അല്ലേ ഇരിക്കുന്നേ? വിശന്നിട്ട് കുടല് കരിഞ്ഞിട്ട് വയ്യ. ആഹാ ആഹാ എന്താ ടേസ്റ്റ്. കഞ്ഞിയും പച്ചവളമൊക്കെ കഴിച്ച് മടുത്തു. ബിരിയാണി പുട്ടെങ്കിൽ ബിരിയാണി പുട്ട്. എന്താ ഈ കാണിക്കുന്നേ? ഓ ആക്രാന്തം കാണിക്കരുത്. ജഗനും മറ്റുള്ളവർ ഇങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങൾ കാലങ്ങളായിട്ട് ഈ വീട്ടിലെ പട്ടിണിയാണെന്ന് വിചാരിക്കില്ലേ? എന്താ ടേസ്റ്റ്? ഇതൊക്കെ തിന്നോണ്ടാ കുറുപ്പ് സാറ് രാഷ്ട്രീയത്തിൽ ശോഭിക്കുന്നത്. ആരും കേക്കണ്ട. എനിക്കെന്തോ ഇതൊന്നും അത്ര പന്തിയായിട്ട് തോന്നില്ല. എന്താ സുചിത്രേ? ജഗന് പെട്ടെന്നൊരു മനംമാറ്റവും ചുറ്റിക്കളിയും. കല്യാണ മണ്ഡപത്തില് അവന്റെ താല്പര്യവും ഉത്സാഹമൊക്കെ ഞാൻ കണ്ടതാ. ഇപ്പോ വീട്ടിലേക്ക് കയറി വന്ന് എല്ലാവരോടും കര കവിഞ്ഞൊഴുകുന്ന സ്നേഹവും അടുപ്പമൊക്കെ. അല്ല, വല്ല അടിയൊഴുക്കും ഉണ്ടോന്ന് എനിക്കൊരു സംശയം. ആ ചില അടിയൊഴുക്കുകളെ പറ്റിയൊക്കെ എനിക്കും സംശയമില്ലാതില്ല. എന്തായാലും ജഗൻ നല്ല മനസ്സുള്ളൊരു പയ്യനാ. ഈ അടുപ്പം മനോജിന് വളരെ ഗുണം ചെയ്യും. ജഗൻ വിചാരിച്ച മനോജിനൊരു ബിസിനസ് തുടങ്ങാനുള്ള പണമൊക്കെ കുറുപ്പ് സാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ കഴിയും. കുറുപ്പേ അങ്ങനെയൊന്നും പ്രസാദിക്കുന്ന ദൈവമല്ലടി. അയാള് ഹരിതയുടെ അവകാശമൊന്നും ഉടനെ കൊടുക്കാനും പോകുന്നില്ലടി. അങ്ങനെ എന്നെ ഓവർടേക്ക് ചെയ്യാനേ മനോജിന് അടുത്ത കാലത്തൊന്നും കഴിയില്ല. ദേ മനുഷ്യ, സ്വന്തം അനുജനോട് ഇത്രയ്ക്ക് അസൂയ പാടില്ല കേട്ടോ. സുത്രേ കുറച്ച് പുട്ടുകൂടി തിന്നട്ടെ. കുറച്ച് പുട്ടുകൂടി കഴിക്കേണ്ടതേ ഇവിടെ വെച്ചല്ല, ഡൈനിങ് ടേബിളിൽ ഇരുന്ന്. അതും അവരോടൊപ്പം. കഴിച്ചോ? അല്ല, എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കണം. ഇവിടെ സീറ്റ് കുറവാണല്ലോ മോനെ. അതാണോ പ്രശ്നം? പരിഹരിക്കാം. ബാക്കിയുള്ളവരെ കൂടെ വിളിക്കേ. അയ്യോ മോനെ. വിനുവേട്ടാ, ഞാനും മുത്തശ്ശിയും ഒരു പാർട്ടിയാ. ഞങ്ങളെ ഭയങ്കര ഫ്രണ്ട്സാ. ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചോളാം. ഏട്ടനും എന്റെ ഫ്രണ്ടാ. അത് ശരിയല്ല മോനെ. മോൻ ഇങ്ങോട്ട് വാ, ഇവിടെ വന്നിരിക്കേ. അവിടെ വന്ദന വന്നിരിക്കട്ടെ, ഞാനിവിടെ ഇരുന്നോളാം. വന്ദനേ, മോളെ വന്ദനേ. കഴിച്ചോ? ആ വന്ദന എത്തിയല്ലോ. മോനെ വന്ദന ഇരിക്കേ. അമ്മേ, കുറച്ച് പുട്ടെടുത്ത് വന്ദനയ്ക്ക് കൊടുക്ക്. അച്ഛമ്മയുടെ കൈപ്പുണ്യം എങ്ങനെ ഉണ്ടെന്ന് അറിയട്ടെ. വന്ദനേച്ചി, എന്റെ അച്ഛമ്മയുടെ കൈപ്പുണ്യം വന്ദനേച്ചിക്ക് അറിയാഞ്ഞിട്ടാ. ഒരു തവണ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. എനിക്ക് വിശപ്പില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. അല്ല, എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടി എൻ്റെ അച്ഛമ്മ സ്പെഷ്യലായിട്ട് തന്നയച്ച ആഹാരമാണ്. ആരെങ്കിലും നിരസിച്ചെന്നറിഞ്ഞാ പാവ അച്ഛമ്മയ്ക്ക് വലിയ സങ്കടാവും. വന്ദനേച്ചി പ്ലീസ്, റിക്വസ്റ്റാ. പെട്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. അച്ഛമ്മയുടെ കൈപ്പുണ്യം അറിയാലോ. മോളെ ഇവിടെ ഇരുന്ന് കഴിക്കേ, ഒന്ന് പറയുന്നതനുസരിക്കേ.
അമ്മേ, ഹരിതയുടെ അച്ഛമ്മ കൊടുത്തുവിട്ടത് ഹരിതയ്ക്കും പിന്നെ ഇവിടെ ഉള്ളവർക്കും കൂടി ചേർത്താ. ചില പിശുക്കന്മാർ, അതായത് 1 രൂപ പോലും പോക്കറ്റിൽ നിന്ന് എടുക്കാത്തവര്. ഓസിന് തട്ടിവിടുന്ന കാണുമ്പോ നല്ല രസമാ. വിയർപ്പൊഴുക്കാതെ അധ്വാനിക്കാതെ വെറുതെ കുത്തിയിരുന്ന് പുട്ടടിക്കുന്നവർക്കും ഉളുപ്പില്ലാതെ വെട്ടിവിഴുകുന്നവർക്കും ഇത് ബാധകമാണ്. ഭാര്യ വീട്ടിലെ ആഹാരം മരുമോൻ കഴിക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല. അച്ചി വീട്ടിലെ ഇരന്ന് കഴിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. മോൻ ഇതൊന്നും കാര്യാക്കണ്ട. രണ്ടുപേരും ഭയങ്കര തമാശക്കാരാ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ചിരിപ്പിക്കാൻ വേണ്ടി പലതും പറഞ്ഞുകൊണ്ടിരിക്കും. മോൻ കഴിക്കും. അയ്യോ, ദേമോൾക്ക് നല്ല വിശപ്പുണ്ടാവും. ഞങ്ങൾ ഒരുമിച്ച് മുറിയിലിരുന്ന് കഴിച്ചോളാം. എന്റെ മോളെ നീറ്റി. ഇതെന്തായാലും പൊളിച്ചു. സാരമില്ല, ഒന്നിച്ചിരുന്ന് സദ്യ ഉണ്ണാനാവും യോഗം. നീ 24 മണിക്കൂറും ഈ മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുകയാണോ? ഒന്നും പഠിക്കാനില്ലേ നിനക്ക്? എടാ പൊട്ട, നിന്നോടാ ചോദിച്ചേ, പഠിക്കാനൊന്നുമില്ലെന്ന്. എല്ലാം പഠിച്ചിട്ടുണ്ട് അച്ഛാ. ഇനി കുറച്ചേരം കളിച്ചോട്ടെ. അതേ, ഞാനേ കുറെ പണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതേ നിന്റെ കണ്ണി പെട്ടിട്ടുണ്ട്. അതിന്റെ അഹങ്കാരം നിനക്ക്. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പണമെല്ലാം നിനക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ധാരണയുണ്ട് നിനക്ക്. അങ്ങനെയൊന്നുമില്ല അച്ഛാ, പണമല്ലേ. വല്ല കള്ളന്മാരും വന്ന് തട്ടിക്കൊണ്ടു പോകുന്ന ആർക്കറിയാം. നിർത്തറ, കരുനാക്കെടുത്ത് വളച്ചേക്കരുത് നീ. ഞാൻ എന്റെ അച്ഛനമ്മമാരോട് കാണിക്കുന്ന ആത്മാർത്ഥത പോലും നിനക്ക് എന്നോടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കാശ് പോലും നിനക്ക് വേണ്ടി ഞാൻ ചെലവാക്കില്ല. നിനക്ക് രക്ഷപ്പെടണമെങ്കിലേ നീ തന്നെ പഠിച്ച് ജീവിക്കാനുള്ള പണം ഉണ്ടാക്ക്. അല്ലാതെ ഈ അച്ഛനെ നോക്കിയിട്ടേ ഒരു കാര്യമില്ല. മനസ്സിലായോടാ? ആരോട് പറയാനത്? അച്ഛന്റെ മൊബൈലില് ആരോ 5000 രൂപ ഇട്ടിട്ടുണ്ടെന്ന മെസ്സേജ്. ആരാ അച്ഛ 5000 രൂപ ഇട്ടിരിക്കുന്നേ? അത് പിന്നെ ഒരു സുഹൃത്ത് എന്നോട് 5000 രൂപ കടം മേടിച്ചിട്ടുണ്ടായിരുന്നു. അയാളിട്ട കാശായിരിക്കും ഇത്. നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? പോയേ, നീ താടാ, പോടാ. ആരാ എനിക്കിപ്പോ ഇത്രയും വലിയ സംഖ്യയിടാൻ? വീണ്ടും ഒരു 10,000 കൂടി എൻ്റെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞല്ലോ. ഇനി ആരെങ്കിലും നമ്പർ തെറ്റി അയക്കുന്നതാണോ? പണം അയച്ച നമ്പറിലേക്ക് ഒന്ന് വിളിച്ച് ചോദിക്കാം. അല്ലെങ്കിൽ വേണ്ട, വരുന്നിടത്തോളം പണം വരട്ടെ.
പണം തിരിച്ചു ഒതുക്കുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വിളിക്കുന്നത് ആരായിരിക്കും? ഹലോ, 15,000 രൂപ അക്കൗണ്ടിൽ വന്നില്ലേ? അതുപോലെ ഇനിയും പണം കിട്ടണം. എനിക്ക് പരിചയമുള്ള ശബ്ദമായിട്ടാണല്ലോ തോന്നുന്നത്. ഹലോ, ആരാ? മിസ്റ്റർ പ്രകാശ്, നിങ്ങൾക്ക് ഇനിയും പണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ വരണം. അവിടെ വെച്ച് നമുക്ക് നേരിട്ട് സംസാരിക്കാം. പ്രകാശന് വലിയ റിസ്ക് എടുക്കാതെ ശരിക്ക് പണം കിട്ടുന്ന ഒരു ഡീൽ തന്നേക്കാം. അത് പിന്നെ താല്പര്യമുണ്ടെങ്കിൽ അറിയിച്ചാൽ കാണേണ്ട സ്ഥലം ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങൾ വിചാരിക്കും പോലെ ഇത് മോശം ബിസിനസ് ഒന്നും അല്ല, കൊലയാളി സംഘമോ ഒന്നുമല്ല. നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് ഡീൽ ഉറപ്പിച്ചാൽ മതി. എന്താ, മീറ്റിംഗിന് തയ്യാറാണോ? തയ്യാറാണ്. എങ്കിൽ മീറ്റിംഗ് സ്ഥലവും സമയവും ഞാൻ അയച്ചു തരാം. ഓ ഓക്കെ? ഓ ഓക്കെ. ആരായിരിക്കും എന്നെ വിളിച്ചത്? നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ. നമ്പർ സേവ് ചെയ്തിട്ടുമില്ല. ഫോണിലാണെങ്കിൽ പേരും വരുന്നില്ല. അങ്ങോട്ടൊന്ന് വിളിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട. മീറ്റിംഗ് സ്ഥലം മെസ്സേജ് ചെയ്യാന്നല്ലേ പറഞ്ഞത്. വെയിറ്റ് ചെയ്യാം. ദൈവം പണം കൊണ്ട് തരുന്ന ഓരോരോ വഴികളെ. പണത്തിന് അത്യാഗ്രഹിയാണ് പ്രകാശ്. പണത്തിന്റെ മുന്നിൽ അയാൾക്ക് രക്തബന്ധമോ വ്യക്തിബന്ധമോ ഒന്നുമില്ല. എന്തും ചെയ്യും. കുറുപ്പ് സാർ കേട്ടിട്ടില്ലേ, പണമാണ് എല്ലാം എന്ന് കരുതിയാൽ പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവും. അവിടെ ആരെയും ഒറ്റിക്കൊടുക്കും. സ്വന്തം അച്ഛനാണെങ്കിലും കൂടപ്പിറപ്പാണെങ്കിലും. സാഗർ പെട്ട ചുണ്ടക്കുലുക്കിൽ അയാൾ പെട്ടുകഴിഞ്ഞു. മാധവന്റെ കുടുംബത്തിൽ ഇങ്ങനൊരു അത്യാഗ്രഹി ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് സാഗർ പറഞ്ഞപ്പോഴാണ് ബോധ്യമായത്. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലേ സാർ പ്രകാശനം വെച്ച് പല കുണ്ടാവണ്ടികളും ചെയ്യിക്കാമായിരുന്നു. കുറുപ്പ് സാർ നോക്കിക്കോ, അവൻ പട്ടിയെപ്പോലെ വാലാട്ടി എന്റെ പിറകെ വന്നിരിക്കും. അവനെ മുൻനിർത്തി വന്ദന എന്ന അഹങ്കാരിയെ ഞാൻ വീഴ്ത്തിയിരിക്കും. സാഗറെ, ഈ അത്യാഗ്രഹം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യൻ പരസ്പരം സഹായിച്ചു മുടിയേനെ. അല്ലേ സെക്രട്ടറി? പ്രകാശൻ ഒരിക്കൽ കൂടപ്പറപ്പിനെ കൊണ്ട് എന്റെ അരികിൽ വിലവേശം വന്നതാ. അന്നേ അവന് കുറിവെച്ചതാ ഞാൻ. നിമിഷം നേരം കൊണ്ട് അവിടെ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? സമ്പത്ത് മുഴുവൻ രാഗിയുടെ പേരിലും ഞങ്ങൾക്ക് ബാധ്യതയാവേണ്ട കാലും കടച്ചാണ്ടില്ലാത്ത ആ പെങ്കൊച്ച് വന്ദനയ്ക്കും. സൂപ്പർ. രാഷ്ട്രീയത്തിൽ പോലും ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ മാറി മറിയില്ല. കുറുപ്പ് സാറേ, ഈ സാഗറിനെ കൂടെ നമ്മുടെ പാർട്ടിയിൽ എടുത്താലോ? എന്നിട്ട് വേണം അവന്റെ സീറ്റും അടിച്ചോണ്ട് പോകാൻ. എന്റെ കാര്യം ഗോപി. കുറുപ്പ് സാറേ, ഗലത്തിലുള്ള ശത്രുവല്ല, കൂടാരത്തിനകത്താ നമ്മൾ വന്ദനയ്ക്ക് ശത്രുവിനെ ഒരുക്കാൻ പോകുന്നത്. ഏത് നിമിഷവും ആയുധം തുളച്ചു കയറും. നിഴലിനെ പോലും പേടിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതായിരിക്കും ഇനി ആ വന്ദനയുടെ അവസ്ഥ. വന്ദനയുടെ വീഴ്ചയ്ക്ക് കാതോർത്തോ. നിന്റെ സേവനങ്ങൾ തുടർന്നും ഈ കുറുപ്പിന് കിട്ടണം. വാക്ക് എന്നാ കുറുപ്പിന്റെ ഉറപ്പ്. വായിട്ടാ, ഇതാ എന്റെ റൂം.
എന്താ ഏട്ടാ എന്താ നോക്കുന്നേ? ഒന്നുമില്ല മോളെ. ഈ മുറിയും നമ്മുടെ വീട്ടിൽ നീ കഴിയുന്ന മുറിയും ഞാനൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയതാ. ഹരിതേ, ഏട്ടാ കൊട്ടാരത്തിൽ കഴിയുന്ന പോലെ ജീവിച്ച പെണ്ണാ നീ. ഇപ്പോ ഇവിടെ സുഖാണോ മോളെ നിനക്ക്? സുഖാണ് ഏട്ടാ. ആഡംബരങ്ങളിൽ മാത്രമല്ലല്ലോ സുഖവും സന്തോഷവും ഒക്കെ. ആ, എന്റെ അനിയത്തിയെ തട്ടിക്കൊണ്ടുപോയ മനോജിനെ ഞാൻ പല അവസരങ്ങളിലും വേദനിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ദേഷ്യവും പകയും ഒക്കെ മനോജിന്റെ ഉള്ളിലും ഉണ്ടാവും. അതൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് ഇവളെ വിഷമിപ്പിക്കരുത്.